കൂവപ്പൊടിയുടെ പ്രധാന മാർക്കറ്റ് കൊച്ചിയും പാലക്കാടുമാണ്. അവിടെ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് കൂവപ്പൊടി കയറ്റി അയക്കപ്പെടുന്നു. ചായയ്ക്കൊപ്പം നാം കഴിക്കുന്ന ബിസ്ക്കറ്റുകളിൽ ഏറിയ പങ്കും കൂവപ്പൊടിയാൽ നിർമ്മിക്കുന്നവയാണ്. പാലിലോ തേങ്ങാപ്പാലിലോ കുറുക്കിയെടുത്തും ഇത് ഭക്ഷ്യവസ്തുവാക്കാം. അടയായോ ദോശയായോ ഒക്കെ കൂവ കഴിക്കാവുന്നതാണ്. ശക്തിയുടെ ഉറവിടമായ കാർബോഹൈഡ്രേറ്റാണ് കൂവയിൽ 80%. കുട്ടികൾക്കും രോഗികൾക്കും ഏതു കാലത്തെയും ഉത്തമ ഭോജ്യമാണ് കൂവപ്പൊടി. 100 ഗ്രാം കൂവപ്പൊടി ശരീരത്തിന് നൽകുന്നത് 336 കിലോ കലോറിയാണ്. കൂട്ടി വായിച്ചാൽ അമ്മയുടെ മുലപ്പാലിന് പകരം നിൽക്കുവാൻ ഈ പ്രകൃതിയിൽ ആകെയുള്ളത് കൂവപ്പൊടി മാത്രമാണ്. സന്തോഷിന്റെ പുരയിടത്തിൽ മഞ്ഞക്കൂവ, നീലക്കൂവ എന്നിവയാണ് അധികമുള്ളത്. മഞ്ഞളിന്റെ കുടുംബത്തിലാണ് ഇവയുടെയും ജനനം. മഞ്ഞക്കൂവ നല്ല മഞ്ഞ നിറമുള്ളതായിരിക്കും. ഇത് കസ്തൂരി മഞ്ഞളിനോട് ഏറെക്കുറെ സാമ്യം പ്രകടിപ്പിക്കുന്നു. മറാൻഡ ജനസിൽപ്പെട്ട കൂവയും പുരയിടത്തിലുണ്ട്. കപ്പക്കൂവയെന്ന് നാടൻ പേരുള്ള ഇവയിൽ നിന്നാണ് ബിസ്ക്കറ്റുകൾക്ക് ആവശ്യമായ ആരോ റൂട്ട് ഉണ്ടാക്കുന്നത്. മറാൻഡയുടെ കിഴങ്ങ് മറ്റുള്ളവയേക്കാൾ നീളം കൂടിയതായിരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആദ്യ മഴയോടെ കൂവകൃഷി തുടങ്ങാം. 15 സെന്റിമീറ്റർ ഉയരത്തിൽ തവാരണയെടുത്താണ് കൂവ നടുന്നത്. തയ്യോ വിത്തുകളോ നടാൻ ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾ തമ്മിൽ 10 സെന്റിമീറ്റർ അകലം തന്നെ ധാരാളം. 1 മാസം കഴിയുമ്പോൾ കള പറിക്കേണ്ടതായുണ്ട്. അപ്പോഴേക്കും ചെടി 3 അടിയെങ്കിലും വളർന്നിരിക്കും. ചിങ്ങമാസത്തിൽ ചാരമോ പൊട്ടാഷോ വിതറിക്കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലാതെ മറ്റു വളമൊന്നും കൂവയ്ക്ക് ആവശ്യമില്ല. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് വിളവെടുപ്പ്. 2 വർഷം കൂടുമ്പോൾ വിളയെടുക്കുന്നതാണ് കൂടുതൽ ലാഭം. കിഴങ്ങ് ഇരട്ടിയിലധികമുണ്ടാകും. പണിച്ചിലവും കുറയ്ക്കാം. മറ്റു കൃഷികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൂവകൃഷി അങ്ങേയറ്റം ലാഭകരമാണെന്ന് സന്തോഷ് പറയുന്നു. കേരളത്തിലെ ഏത് സ്ഥലത്തും ചതുപ്പ് നിലത്ത് വരെയും ഇത് കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ്. ചതുപ്പ് നിലത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ധാരാളമായിട്ടുണ്ടാവും. കുന്നുംപുറത്തോ മലമ്പ്രദേശങ്ങളിലോ ഈവൻ ഫോറസ്റ്റുകളിൽ വരെ ഇത് വളരെ ധാരാളമായിട്ട് കാണുന്ന ഒരു സാധനമാക്കുക. അതിൽ മറാൻഡ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നത് മാത്രമേ വളരെ സംരക്ഷണയോട് വളർത്തേണ്ട ഒരു ചെടിയാണ് മറാൻഡ. ബാക്കിയുള്ള എല്ലാ ഇനം കൂവകളും ഏത് സ്ഥലത്തും എവിടെയും കുന്നിലും കാട്ടിലും വനത്തിലും എവിടെ വേണേലും വളരുന്ന ഒരു ചെടിയാണ്. ഒരു മിശ്രവിള കർഷകനാണ് സന്തോഷ്. 1 ഏക്കർ റബ്ബറിൽ നിന്ന് കുറഞ്ഞത് 750 കിലോ വിളവ് ഒരാണ്ടിൽ ലഭിക്കുന്നുണ്ട്. കിലോയ്ക്ക് 60 രൂപ വെച്ച് 45,000 രൂപ പ്രതിവർഷം നൽകുന്ന ഈ റബ്ബർ മരങ്ങൾ സന്തോഷിന്റെ നിത്യവരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തൊടിയിൽ വിളഞ്ഞു നിൽക്കുന്ന വാനിലയിലും സന്തോഷിന് പ്രതീക്ഷകളേറെ. വില ഉയരുമെന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഇക്കൊല്ലം വാനിലയിൽ ധാരാളം ബീൻസ് കായ്ച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിനുള്ള മരച്ചീനിയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നു. വളർന്നു വരുന്ന മരച്ചീനി ചെടികൾ ഈ തോട്ടത്തിന് വശ്യഭംഗി പകരാൻ പോന്നവ തന്നെ. ഇവിടെ മരച്ചീനി തനിവിളയാണ്. നിറയെ കായ്ഫലമുള്ള തെങ്ങുകളും സന്തോഷിന്റെ കൃഷിയിടത്തിൽ ഐശ്വര്യം പേറി നിൽക്കുന്നുണ്ട്. എങ്കിലും തനിക്കിന്നും പ്രണയം കൂവയോട് തന്നെയെന്ന് ഇദ്ദേഹം തുറന്നു പറയുന്നു. കൂവയും മറ്റ് കൃഷികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂവകൃഷി ലാഭകരമാണ് എന്ന് തന്നെ പറയാം. ഒരു 5 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ഒരു 25 രൂപയ്ക്കും 45 രൂപ വരെയും വില വന്നിട്ടുണ്ട്. വിൽപ്പനയ്ക്കും ബുദ്ധിമുട്ടില്ല. ഉണങ്ങിയ കൂവ വയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ധാരാളമായിട്ട് അതിന് കച്ചവടക്കാർ വന്ന് എടുക്കാറുണ്ട്. എന്നും കാണുന്ന കൂവയെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ഇതുവരെ ഇവിടുത്തെ കർഷകർ. നിശബ്ദമായി നിർവികാരമായി വളരുകയും തളരുകയും ചെയ്ത കൂവയെ തിരിച്ചുകൊണ്ടുവരാനുള്ള സന്തോഷ് എന്ന ഈ കർഷക ശ്രേഷ്ഠന്റെ പങ്ക് വിവരണാതീതമാണ്. ഇത് തിരസ്കരിക്കപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ചുവന്നു തുടങ്ങിയ ആകാശത്തിന്റെ ഓരത്തുകൂടി പച്ചപ്പുകളുടെ സംഗീതം ഏറ്റുവാങ്ങി ഹരിതഭാരതം അന്തിനാടിനോട് യാത്ര പറഞ്ഞു മടങ്ങി. വീണ്ടും ഒരു പൊൻപുലരിക്ക് കാരണമാകുവാനായി
മാനത്ത് മറയുന്ന അപരാഹ്ന സൂര്യനെപ്പോലെ.